ഹലോ, അങ്ങനെ ഇതാ നമ്മുടെ ഇതാ വന്നിരിക്കുന്നത് ഓൺ വേ സ്ലാബ് ആയിട്ടാണ്. സോ ഓൺ വേ സ്ലാബ് നമുക്ക് വരയ്ക്കാനുള്ള ഐഡിയസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ ചെയ്തതെന്ന് പറഞ്ഞാൽ കാൻഡിലിവർ ബീം ആയിരുന്നു. ഇപ്പോൾ അതാ ചെയ്യുന്ന ഓൺ വേ സ്ലാബിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. റെക്റ്റാങ്കിളിന് ലെങ്ത് എത്ര കൊടുക്കണം? 3800 എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. പിന്നെ അതിന് ഇത്രയും ഡിസ്റ്റൻസ് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 23 സെന്റിമീറ്റർ ആണ്. ഒരു ഭിത്തിയുടെ കനമാണ് വരുന്നത്. 23 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്ത് അകത്ത് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. പിന്നെ പുറത്തോട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസ് നമുക്ക് ഇഷ്ടമുള്ള അളവാണ് കേട്ടോ. ഇതിന്റെ ഈ ഒരു വിഡ്ത്ത് എടുത്തിട്ട് നമുക്ക് ചുമ്മാ റഫായിട്ട് ഒരു നീളം ലെങ്ത് കൊടുത്തിട്ട് റെക്റ്റാങ്കിൾ അങ്ങനെ വരച്ചാൽ മതി. പിന്നെ അതിനെ കോപ്പി ചെയ്ത് 4 സൈഡിൽ വെക്കുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന ബ്രിക്കുകൾ വോൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ക്രോസ് സെക്ഷൻ വരയ്ക്കാൻ വേണ്ടി സിമ്പിൾ ഇതിൽ നിന്ന് തന്നെ ഇതിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്ന് ഇപ്പുറത്തോട്ട് വെച്ച് ക്രോസ് സെക്ഷൻ വരയ്ക്കാം. അത്രേ ഉള്ളൂ ഓൺ വേ സ്ലാബ്. പിന്നെ നേരത്തെ വീഡിയോയിൽ ഞാൻ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോ ഡയമെൻഷൻസ് മാറ്റിയാണ് അതിന്റെ സൈസ് മാറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അത് പറഞ്ഞു തരാം, അത് എങ്ങനെയാണ് എല്ലാത്തിനും ഒരുപോലെ മാറുന്ന രീതിയിൽ സെറ്റ് ആക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ആദ്യം ഒരു പടം എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് സെറ്റ് ചെയ്യണം. യൂണിറ്റ്സ് UN അടിക്കണം. UN എൻ്റർ അടിക്കുക. യൂണിറ്റ്സ് എന്തിനാണ്? മില്ലിമീറ്റേഴ്സിലാണ്. പ്രസിഷൻ വേണമെങ്കിൽ കുറച്ചിടുക. ചുമ്മാ അത് കാരണം എങ്ങാനും തെറ്റിപ്പോയ 3-4 സീറോ അതിൻ്റെ കൂടെ വരും. അതാണ് പ്രസിഷൻ കൂടി കിടന്നുള്ള പ്രശ്നം. ഇനി യൂണിറ്റ് സെറ്റ് ചെയ്ത് എൻ്റർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്തിനാണ് നേരത്തെ ചെയ്തത്? അതിനുശേഷം ലിമിറ്റ് സെറ്റ് LIM അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. താഴത്തെ കോർണർ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0,0 ആണ്. എൻ്റർ അടിച്ചു കൊടുക്കുക. അപ്പർ പോയിന്റ് എന്ന് പറഞ്ഞാൽ 5000. പക്ഷേ 5000 എഴുതി കൊടുക്കാൻ പറ്റുമോ? അത് തന്നെ കൊടുക്കണോ? ഇതിന്റെ നീളം തന്നെ 3800 ഉണ്ട്. 3800 അതിന്റെ നീളമുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ബാക്കി മെഷറൊക്കെ എടുക്കുമ്പോൾ 3800, 4000, 5000 ഓക്കെ ആണ്, കറക്റ്റ് സൈസ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും തന്നെ കൊടുക്കാം? 5000 തന്നെ കൊടുക്കാം. 5000, തന്നെ കൊടുക്കാം. എൻ്റർ അടിക്കുക കൊടുക്കുന്നു. നമ്മള് ലിമിറ്റ് സെറ്റ്. ഇനി Z എൻ്റർ, A എൻ്റർ. ഇതാണ് നമ്മുടെ പേജ്. ഓക്കെ, ഈ ഫോട്ടോ ഇവിടെ കിടക്കും, അതുകൊണ്ട് നമുക്ക് ഇത്തിരി ഇങ്ങോട്ട് മാറാം. ഇനി ഇവിടെ നമുക്ക് വരച്ചു തുടങ്ങാം. ആദ്യം വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്തിനാണ്? റെക്റ്റാങ്കിൾ ആണ്. ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ആദ്യം റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വേണ്ടി REC അടിക്കുന്നു, ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതിന്റെ ലെങ്ത് എത്രയെന്നാണ് ആദ്യം കൊടുക്കാനുള്ള. ലെങ്ത് നമുക്ക് താണ്ട ഇവിടെ തന്നിട്ടുണ്ട്. എത്ര? 3800 തന്നിട്ടുണ്ട്. 3800 കൊടുക്കുന്നു. വിഡ്ത്ത് അവന്മാർ പറഞ്ഞിട്ടുണ്ട്. 3800 ചെയ്യാൻ ടാബ് അടിക്കണം. ഇനി വിഡ്ത്ത് പറയണം. വിഡ്ത്ത് എത്രയാണ് പറഞ്ഞേക്കണ? 1000 ആണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിൽ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ആ മനസ്സിലാകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിന്റെ 1000 കൊടുത്തു. 1000 കൊടുത്തിട്ട് എൻ്റർ അടിച്ചു. ഇതാണ് എന്തര് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഈ പടം എന്ന് പറഞ്ഞാൽ അതായത് 3800 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോട്ടർ ലൈൻ ആണ്. അതെ, ഇവിടെ തൊട്ടാണ് തുടങ്ങി. ഈ ഡോട്ടർ ലൈൻ തൊട്ട് അപ്പുറത്തെ ഡോട്ടർ ലൈൻ വരെയാണ് എന്തര് 3800 വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു റെക്റ്റാങ്കിൾ ആണ് ഇപ്പൊ നമ്മൾ വരച്ചത്. ഇത് തൊട്ട് ഇതുവരെയാണ് 1000. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ആണ് ഇപ്പം വരച്ചത്. ഈ അകത്തുള്ള ഡോട്ടർ ലൈൻ വെച്ചിട്ടുള്ള റെക്റ്റാങ്കിൾ ആണ് നമ്മൾ വരച്ചത്. നമുക്ക് അപ്പൊ ഇനി എന്തിനാണ് ചെയ്യാനുള്ളത്? ഇതിന്റെ പുറത്തോട്ട് ഓഫ്സെറ്റ് ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ഡോട്ടർ ലൈനിന്റെ പുറത്തോട്ട് ഓഫ്സെറ്റ് ചെയ്യണം. അപ്പൊ അകത്തോട്ടും പുറത്തോട്ടും ഇനി എന്ത് ചെയ്യണം? ഓഫ്സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫുൾ വിഡ്ത്ത് എത്രയാണെന്ന് അറിയാം? 23 ആണെന്ന് അറിയാം. അപ്പൊ 23യുടെ ഹാഫ് എത്രയാണ്? 23യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 11.5 ആയിരിക്കും. 11.5 ആണോ? യെസ്, 11.5 ആയിരിക്കും 23യുടെ ഹാഫ്. അപ്പം അത് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം ഇതിന്റെ ആദ്യം. O എൻ്റർ അടിയുക. ഓഫ്സെറ്റ് 11.5 അടിയുക. ഇനി ഇങ്ങോട്ടും സുഹൃത്തുക്കളെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് 23 ആവാൻ സാധ്യതയില്ല. 230 ആണ്. സെന്റിമീറ്ററിനാണ് ഞാൻ പറഞ്ഞൊരു വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഇതില് യൂണിറ്റ്സിന് MM-ലാണ് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സെന്റിമീറ്ററാണ്. അപ്പൊ 23 സെന്റിമീറ്ററിന്റെ ഹാഫ് ആണ് എന്തൊരു 11.5. 11.5 മില്ലിമീറ്ററിലോട്ട് ആക്കുമ്പോൾ എത്ര വരും? 115 വരും അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് 11.5 115 നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. O എൻ്റർ ചെയ്യുക. 115 കറക്റ്റ് ആയില്ല കേട്ടോ. ഓ ഷിറ്റ്. ഓക്കെ, നമുക്ക് ഡിസ്റ്റൻസ് എത്രയാണ് വേണ്ടത്? 115 ആണ് വേണ്ടത്. O എൻ്റർ. ഇനി നമുക്ക് ഡിസ്റ്റൻസ് അടിച്ചു കൊടുക്കുക. 115 എൻ്റർ അടിച്ചു കൊടുക്കുക. ഇനി ഒബ്ജക്ട്സ് പുറത്തോട്ടും വേണം, അകത്തോട്ടും വേണം.
ഓക്കെ, ഇപ്പൊ നമ്മൾ അകത്തോട്ടും പുറത്തോട്ടും ഉള്ള ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നോക്കാൻ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അകത്ത് ഈ ഒരു ലൈൻ കണ്ടോ, ഇതാണ് ഡോട്ട് ലൈൻസ്. ബാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണ ഈ ലൈൻസ് ആണ്. ഇനി നമുക്ക് ഇതിൽ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്രയും റെക്റ്റാങ്കിൾ വരച്ചു. ഇനി ഇതിന്റെ പുറത്തോട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ആ പുറത്തോട്ടുള്ളതിന്റെ കനം എന്ന് പറയുന്നത് ഇത് തൊട്ട് ഇതുവരെയാണ്. പിന്നെ അങ്ങനത്തെ റെക്റ്റാങ്കിൾസ് വരച്ചെടുക്കുക. വരച്ചെടുക്കാൻ വേണ്ടി നേരെ ഇങ്ങനെ ഹോമിൽ വരിക, ഇവിടുന്ന് റെക്റ്റാങ്കിൾ എടുക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് റെക്റ്റാങ്കിൾ എടുക്കുക. ഈ ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് എത്ര വേണോ എടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ സ്നാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് കറക്റ്റ് ഇവിടെ വരെ കിട്ടും. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് എടുക്കാം. അതാണ് അതിന്റെ വ്യത്യാസം. 230 ആണ് ഇവിടെ വന്നത്. പിന്നെ ഇതിനെ കോപ്പി ചെയ്താൽ മതി. പിന്നെ ഇതിനെ കോപ്പി ചെയ്ത് ഇങ്ങനെ താഴെ കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു പോയിന്റ് എടുക്കണം. ഈ ഒരു പോയിന്റ് വെച്ച് ബേസ് പോയിന്റ് ആയിട്ട് കോപ്പി ചെയ്യണം. അതിന് സെലക്ട് ചെയ്ത് ഞാൻ കോപ്പി കുത്തി പിന്നെ നേരെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വെച്ച് കൊടുക്കും. ഓക്കെ, അത് കോപ്പി ആയേ. ഇനി നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇപ്പുറത്തെ പോയിന്റ് വെച്ചിട്ട് കോപ്പി ചെയ്യാം. കാരണം അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ സൈഡാണ് വേണ്ടത്. ഈ സൈഡ് കോപ്പി ചെയ്തിട്ട് കണ്ടേ നേരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ മതി. അതേപോലെ തന്നെ അവിടെ ക്യാൻസൽ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് തന്നെ വീണ്ടും ഇതിനെ കോപ്പി ചെയ്തിട്ട് എൻ്റർ അടിച്ചിട്ട് എവിടെ കൊണ്ടുവന്ന് വെച്ചണം, ഈ സൈഡ് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നമുക്ക് കീബോർഡ് യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് തന്നെ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകണം. അതിന് റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ വരയ്ക്കുന്നതിന് വീണ്ടും നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിനൊന്നും കൂടെ വരച്ചാൽ. അതാണ്ട് ഇവിടെ നിന്ന് സ്നാപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ സാധനം കിട്ടും. ഓക്കെ, ഇനി ഇതിനെന്ത് ചെയ്താൽ മതി, വീണ്ടും കോപ്പി ചെയ്താൽ മതി. സി അടിക്കുക, എൻ്റർ അടിക്കുക, കോപ്പി ആവുന്നു. പിന്നെ നേരെ ഈ സൈഡ് വെച്ച് കോപ്പി ചെയ്തിട്ട് ബേസ് പോയിന്റ് എവിടെയാണ് കോപ്പി ചെയ്ത് വയ്ക്കുക. ബേസ് പോയിന്റ് എടുത്താൽ ശരിയായില്ല, വീണ്ടും എൻ്റർ അടിക്കുന്നു, കോപ്പി ചെയ്ത് നേരെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അവിടെയായി. പിന്നെ അതിനാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് രണ്ടിനെയും കൂടെ ഒരുമിച്ച് കോപ്പി ചെയ്താൽ മതി. ഒരുമിച്ച് കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നു, ഈ ഒരു പോയിന്റ് ബേസ് ആയിട്ട് വെച്ചിട്ട് കോപ്പി ചെയ്ത് മണ്ടേ കൊണ്ടുവന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഫുൾ പടമായി. ഇനി നമുക്ക് അകത്ത് ഡോട്ട് ലൈൻസ് കൊടുക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ ഈ ലൈനൊക്കെ അങ്ങ് നീട്ടി കൊടുക്കണം. ആ നീട്ടി കൊടുക്കാനുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് നീട്ടി അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, അതേപോലെ തന്നെ അവിടെ നിന്ന് ബാക്കി എല്ലാത്തിൽ നിന്നും വീണ്ടും ഇത് വരയ്ക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് കോൾ വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ആണ്ടേ ഈ ലൈൻ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ വേണ്ടി കീബോർഡ് യൂസ് ചെയ്താൽ മതി. എല്ലടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഓർത്തോ ടൂൾ ഓണായി കിടക്കണം. ഓർത്തോ ടൂൾ ഓണായി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ പറ്റും. അതാണ്ട് ഇതാണ് ഓർത്തോ ടൂൾ. അതാണ്ടേ ഈ ഒരു ഇങ്ങനെ കിടക്കുന്നത്. അത് നമുക്ക് കീബോർഡ് യൂസ് ചെയ്ത് ഓണാക്കാൻ ഓഫ് ആക്കണമെന്ന് പറഞ്ഞാൽ F8 ആണ്. F8 കുത്തിയാൽ ഓഫ് ആവും, ഇത് ഓണാവും. ഓക്കെ, ഇത് ഓണായി കിടന്നാൽ നമുക്ക് ഇവിടെ നിങ്ങൾ സ്ട്രെയിറ്റ് കിട്ടും. അത് ഓഫായി കിടന്നതാണ്ട് നോക്കി ഓഫായി, ഇങ്ങനെയൊക്കെ വളഞ്ഞൊക്കെ പോകും. ഇപ്പോൾ ഇങ്ങനെ വളഞ്ഞിരുന്നിട്ട് നമ്മൾ ഓണായി കൊടുക്കുകയാണെങ്കിൽ, വളഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഓണായി കൊടുക്കുകയാണെങ്കിൽ കണ്ട കറക്റ്റ് സ്നാപ്പായി സ്ട്രെയിറ്റ് ആയിട്ട് പോകും. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്നതാ ഇവിടെ അങ്ങ് മുട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ലൈൻ വരും. ആ ലൈൻ വരാതിരിക്കാൻ വേണ്ടി എവിടെ ക്ലിക്ക് ചെയ്യേണ്ട, ഒന്ന് എൻ്റർ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പം ലൈൻ ഓഫായി. ഇനി ആ ലൈൻ നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് വരയ്ക്കണം. അപ്പോൾ വീണ്ടും അടുത്ത് എൻ്റർ അടിച്ചിട്ട് ഇവിടെ നിന്ന് വരച്ചിട്ട് ഇതുവരെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് വീണ്ടും എൻ്റർ അടിച്ചു കൊടുക്കുക, അവിടെ നിൽക്കും. ഇനി അങ്ങനെ തന്നെ എല്ലാ സൈഡിലും വീണ്ടും എൻ്റർ അടിച്ച് അങ്ങനെ വരച്ചു പോയാൽ അതാണ്ടേ ഇത് തൊട്ട് ഇതുവരെ വരച്ചു, എൻ്റർ അടിക്കുന്നു, വീണ്ടും എൻ്റർ അടിക്കുന്നു, ഇത് തൊട്ട് ഇതുവരെ വരയ്ക്കുന്നു, എൻ്റർ അടിക്കുന്നു, അവിടെ തീരുന്നു. പിന്നെ വീണ്ടും ഇവിടുന്ന് ഇങ്ങേറ്റം വരെ വരയ്ക്കുന്നു, എൻ്റർ അടിക്കുന്നു, വീണ്ടും എൻ്റർ അടിക്കുന്നു, ഇത് ഇവിടം വരെ വയ്ക്കുന്നു, പ്ലസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അങ്ങനെയാണ് ഓൺ ഓഫ് ആക്കി വരയ്ക്കണത്. പിന്നെ വീണ്ടും എൻ്റർ അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ അടിക്കുമ്പോൾ ലൈൻ ഓൺ ആവും. പിന്നെ അത് തൊട്ട് ഇതുവരെ വെച്ചിട്ട് വരച്ചത് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിച്ചു കൊടുക്കുന്നു, ലൈൻ തീരുന്നു. ഇപ്പം എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്തു, ആ അകത്തുള്ള ലൈൻസ് വരച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഡോട്ട് ലൈൻസ് വരച്ചതിന് ശേഷം നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റീഎൻഫോഴ്സ്മെന്റ്സ് ആണ്. അതാണ്ടേ ഈ റീഎൻഫോഴ്സ്മെന്റിൽ ഇവർ എന്തൊരു അളവ് തന്നിട്ടുണ്ടെന്ന് നോക്കിയോ. ഈ റീഎൻഫോഴ്സ്മെന്റിൽ 20 mm തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ലൈനായിട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് സെന്ററിലാണ് വന്നേക്കണേന്നാണ് തോന്നുന്നത്. ഓക്കെ, സെന്ററിൽ വന്നേക്കുമ്പോൾ ഇതിന്ന് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വന്നിട്ട് പിന്നെ ചെറിയൊരു ബെൻഡ് വന്നിട്ട് നേരെ ഈ ഡോട്ടർ ലൈൻസിലോട്ട് വന്ന് ചേരുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാൻ വേണ്ടി വേറെ ഒരു പാടുമില്ല. ഇതിന്റെ ഒരു സെന്റർ ലൈൻ എടുക്കണം. ഇതിന്റെ സെന്റർ ലൈൻ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, അപ്പം എക്സ്പ്ലോഡ് ചെയ്ത് കൊടുക്കണം, എക്സ്പ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ തൽക്കാലം അങ്ങ് കിടക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ എടുക്കുക. ബെൻഡ് വരെ വന്നേക്കുന്നത് നമ്മൾ ഭിത്തിയുടെ നീളമാക്കി എടുക്കുക. അതായത് ഇത് തൊട്ട് ഇതുവരെ എന്ന് പറഞ്ഞാൽ 238 നമുക്ക് എടുക്കാം. അത് നമുക്ക് ഏത് വേണം വരയ്ക്കാം, ഈ വെർട്ടിക്കലി നിൽക്കുന്ന സാധനം വരയ്ക്കാം. ഇത് തൊട്ട് ഇതുവരെ 230 എടുക്കുന്നു.
230, പിന്നെ ചെറിയൊരു ബെൻഡ്, പിന്നെ സ്ട്രെയിറ്റ് അല്ലേ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വരയ്ക്കാം. ഇതിന്റെ ഒരു സെന്റർ പോയിന്റ് വേണമെങ്കിൽ സെന്റർ പോയിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡ് പോയിന്റ് അങ്ങ് സ്പെസിഫൈ ചെയ്തുള്ളത്. ഇവിടെ നിന്ന് താഴോട്ട് എത്ര 230 എടുത്തു, 230 എടുത്ത് കണ്ടടിച്ചു. പിന്നെ നമുക്ക് ഓർത്ത് ഓഫാക്കി കൊടുക്കണം. ഓർത്ത് ഓഫാക്കി ഇങ്ങനെ ഒരു ചെരിവ് കൊണ്ടുവന്നു, പിന്നെ നേരെ താഴോട്ട് ഈ അകത്തുള്ള കമ്പി വരെ മുട്ടുന്നു, എൻ്റർ അടിച്ചു കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ആ ഒരു ലൈനായേ. ഇനി നമുക്ക് ഇതിനെ മിറർ ചെയ്യാൻ പാടില്ല, കാരണം ഇത് കറക്റ്റ് മിറർ ചെയ്താൽ ഇതേപോലെ കയറിയിരിക്കും. പക്ഷെ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് കയറിയിട്ട് സ്ട്രെയിറ്റ് പോകുന്ന ലൈനാണ്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ തന്നെ വരയ്ക്കാം. ഇവിടെ നിന്ന് എടുക്കുന്നു, ഇപ്പുറത്തെ കമ്പിയിൽ ഇത് കടന്നു പോകണ്ട, ഇതിന് നേരെ ചേർന്നിട്ട് ഇവിടെ ആയിട്ട് വന്നാൽ മതി. ഇവിടെ നിന്ന് വരുന്നു, മണ്ടയിലോട്ട് എത്ര പോകണം, സ്ട്രെയിറ്റ് ലൈൻ വരാൻ വേണ്ടി ഓർത്ത് ഓണാക്കുന്നു, ഓർത്ത് ഓണാക്കുന്നു. ഇനി സ്ട്രെയിറ്റ് ലൈൻ വരും, 230 എടുക്കുന്നു, 230, പിന്നെ ചെറിയൊരു ബെൻഡ് കൊടുക്കുക. അതായത് ഓർത്ത് ഓഫ് ചെയ്യുക, ഓർത്ത് ഓഫ് ചെയ്താൽ നമുക്ക് ചെറിയൊരു ബെൻഡ് കൊടുക്കുക. ഇത്ര ഒരു ബെൻഡ് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, സ്ട്രെയിറ്റ് അല്ലേ ഇനി അറ്റം വരെ വരയ്ക്കാം. അതായത് വീണ്ടും ഓർത്ത് ഓണാക്കണം, അറ്റം വരെ വരയ്ക്കണം. ഓക്കെ ഗൈസ്, ഇതാണ് നമുക്ക് വേണ്ട അകത്തുള്ള റെയിൻഫോഴ്സ്മെന്റ്. ഇതിലിത്തിരി ചെറിയ ബെൻഡാണ് വന്നിരിക്കുന്നത്, നമ്മൾ ഇത്തിരി വലിയ രീതിയിൽ കൊടുത്തു. അതാണ് ഇതിലുള്ള വ്യത്യാസം. ഓക്കെ, ഇതിന് ഞാൻ 230 ഇട്ടെന്ന് പറഞ്ഞാൽ വിത്തിര അളവാണ് ഇട്ടേക്കുന്നത്. പക്ഷെ ഇതിൽ വേറെ ഡയമെൻഷൻ ഒന്നും സ്പെസിഫൈ ചെയ്താത്തതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഓക്കെ, പിന്നെ ക്രോസ് സെക്ഷൻ വരുമ്പം ഈ 280 mm എന്ന് പറഞ്ഞേക്കുന്നത് ഈ രണ്ട് റെയിൻഫോഴ്സ്മെന്റ് തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ. അതായത് ഇതിങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ തമ്മിലുള്ള വ്യത്യാസമാണ് അത് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ നീളവും ഇത്രയുള്ള വ്യത്യാസം തന്നിട്ടില്ല ഇതിൻ്റെ അകത്ത്. ഓക്കെ, അതൊരു പോയിന്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ നീളത്തിനുള്ള സാധനം വരയ്ക്കാം. ഈ നീളത്തിനുള്ള എന്ന് പറയുന്നത് ഇവിടെ റെഫറൻസ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം. ഇതാണ്ടേ, ഇത് 1 2 3 എത്ര എണ്ണം, ഇങ്ങനെ 8 എണ്ണം വരും കേട്ടോ. ഈ പണത്തിൽ പോലും അത് കാണാനില്ല, പക്ഷെ 8 എണ്ണം ഉണ്ട്. ആണ്ടേ ഇവിടെ ഇങ്ങനെ ഈ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുമ്പോഴാണ് അത് കാണും. ഇപ്പൊ നേരത്തെ വരച്ചാണെങ്കിൽ തന്നെ വീണ്ടും എന്ത് ചെയ്യാം, വരയ്ക്കാം. പക്ഷെ ഇവിടെ തുടങ്ങിയിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡോട്ടർ ലൈൻസിലാണ് തുടങ്ങിയത്. അതായത് ഇതിന്റെ നടുക്കുള്ള പോയിന്റിൽ നിന്നാണ് തുടങ്ങിയത്. പക്ഷെ ഇനി തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇനി അറ്റം വെച്ചിട്ടാണ്. അങ്ങ് അറ്റം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. അപ്പം 460 നമുക്ക് എടുക്കാം, ഇത് തൊട്ട് അങ്ങറ്റം വരാം. ഓക്കെ, 460 എടുക്കണോ, വേണ്ട, നമുക്ക് അത്രയൊന്നും എടുക്കണ്ട. ജസ്റ്റ് ഈ ഒരു ഭിത്തി പിന്നെ ഇത്തുകൂടെ വ്യത്യാസം ഇട്ട് നിർത്താൽ മതി. അപ്പൊ നമുക്കൊരു മെഷർമെന്റ് വേണമെന്നില്ലെന്ന് തോന്നുന്നു, എന്നാലും മെഷർമെന്റ് വേണം. രണ്ടും ഈക്വൽ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് അവിടെ വരച്ചു തരുമ്പോൾ. അപ്പൊ ഇതിന്റെ 330 എടുക്കാം. 460 എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടിയാണ്. അപ്പൊ അതിന്റെ ഇരട്ടി എന്നൊക്കെ 100 കുറച്ച് എത്ര, 360 എടുക്കാം സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു, അങ്ങോട്ട് എത്ര 360 എടുക്കാം. ഓക്കെ, 360 ഓക്കെയാണ്. പിന്നെ നമുക്ക് താഴോട്ട് ഇത്ര ഡിഗ്രി വളയണം, അത് ഓർത്ത് ഓഫ് ആക്കി കൊടുക്കണം. സ്ട്രെയിറ്റ് ഓഫ് ആക്കി കൊടുത്താൽ വേണ്ടേ, ഇത്ര ചെറിയൊരു ബെൻഡ് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. ഒരു ഇത്ര ഉള്ള ഒരു ബെൻഡ് കൊണ്ടുവരാം. 30 ഡിഗ്രി ബെൻഡാണ് നമ്മൾ കൊണ്ടുവന്നത്. നേരെ ഇങ്ങനെ അറ്റം വരെ കൊണ്ടുവന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങി വന്ന് മുട്ടുന്നു. ഞാൻ ക്യാൻസൽ ചെയ്ത് കളയണം. ഇനി അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വരച്ചെടുക്കണം. വീണ്ടും നമ്മൾ ലൈൻ സെലക്ട് ചെയ്യുന്നു. ഇതാണ്ടേ ഇവിടെ നിന്ന് തുടങ്ങുന്നു. ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് വരണം, 360 ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വരണം. എന്നിട്ട് 360 വരണം. 300 F8 ഓർത്ത് ഓണാക്കിയില്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് കറങ്ങത്തേ ഉള്ളു. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഓർത്ത് ഓണാക്കണം. സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് വരണോടെ, ഓർത്തോയൊക്കെ ഓണാണ്. ഓക്കെ, 360. ഓക്കെ, അത് ഓപ്പൺ ആയേ. ഇനി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 180 30 പറഞ്ഞാൽ 150 ആയിരിക്കും. 150 ടാബ് അടിച്ചാൽ മറ്റേ കോളം വരും. ഇതിപ്പോ ഇങ്ങനെ കൊണ്ടുവന്നാൽ എത്ര ആയിരിക്കും, തൽക്കാലം നമുക്ക് ഇത്ര ഡിഗ്രി കൊടുക്കാം. അണ്ണ അളവൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, തൽക്കാലം ഇത്ര ഒരു അളവ് കൊടുക്കുന്നു. പിന്നെ ബാക്കി നേരെ സ്ട്രൈറ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിച്ചെടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. റെയിൻഫോഴ്സ്മെന്റ് 2 എണ്ണം വരച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അകത്തുള്ള ഡോട്ടർ ലൈൻസ്, പിന്നെ അറ്റത്തുള്ളത്, പിന്നെ ഇനി അറ്റത്തുള്ള ഇൻഫിനിറ്റി ബാർ, പിന്നെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാനുള്ള രീതികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി അകത്ത് ഡോട്ടർ ലൈൻസ് കൊടുക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആണ്ടേ ഏതൊക്കെയാണ് നിങ്ങൾ ലൈൻസ് നോക്കുക, അതെല്ലാം സെലക്ട്. ആവശ്യമില്ലാത്ത ഇപ്പോഴേ ട്രിം ചെയ്ത് കളയണം. TR ഡബിൾ എൻ്റർ അടിക്കുക. TR ഡബിൾ എൻ്റർ. വേണ്ടാത്ത വരച്ച് കളയുക.
ഇത് വേണ്ട, ഇത് വേണ്ട. ഓക്കെ, ഈ ലൈൻ നമുക്ക് വേണം, അത് വേണ്ട. പിന്നെ ഇവിടത്തെ ഏത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. ഓക്കെ, അതേപോലെ തന്നെ ഇങ്ങറ്റത്തും വേണ്ട. വല്ലതും കൈ തട്ടി കയറി പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോഴേ കൺട്രോൾ ഇസഡ് അടിച്ചു കൊടുത്താൽ അണ്ടു ആവും. ഓക്കെ, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. അതേപോലെ ഇങ്ങനെ അറ്റത്തും വന്നിട്ട് ഇതും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട. ഈ പടം പോകാത്തതെന്ന് പറഞ്ഞാൽ ഇതൊരു ലൈനിന്റെ മറ്റേ ജോയിന്റ് ലൈൻ ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തെടുത്താൽ. ഓക്കെ, ഇത്രയും തീർന്നതിന് ശേഷം ഇതെല്ലാം നമുക്ക് എന്തിനാണ് വേണ്ടത്, ഡോട്ടർ ലൈൻസ് ആണ് വേണ്ടത്. ഇനി ഡോട്ടർ ലൈൻസ് ആക്കാൻ വേണ്ടി ഈ ലൈൻസ് അങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ വേണ്ടേ, ഇത്രയും ഭാഗം സെലക്ട് ആയി. സെലക്ട് ആക്കുക, സെലക്ട് ആക്കുക, സെലക്ട് ആക്കുക, ഇതും കൂടെ സെലക്ട് ആക്കുക. സെലക്ട് ഇതും സെലക്ട് ആക്കുക, ഇപ്പുറത്തെ സെലക്ട് ആക്കുക. ഇനി നേരെ ഇവിടെ വരിക. എവിടാ മാച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഈ പ്രോപ്പർട്ടീസിന്റെ അവിടെ വന്നിട്ട് ഈ രണ്ടാമത്തെ കുത്തുക. രണ്ടാമത്തെ കുത്തിയിട്ടില്ല അതേസി പോവുക. അതേസി പോയതിനു ശേഷം നിങ്ങൾ ലോഡ് അടിക്കുക. ലോഡ് അടിച്ചാലാണ് നമുക്ക് ഡോട്ടർ ലൈൻസ് ഒക്കെ കിട്ടുന്നത്. അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് വൺ തന്നെ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഡാഷ് സ്പേസ് ഉള്ള സാധനം, ഡാഷ് സ്പേസ് എടുക്കുക. ഡാഷ് സ്പേസ് അല്ലെങ്കിൽ വേണ്ട, മറ്റേതാണ് സെലക്ട് ചെയ്യാനുള്ളത്. മറ്റേ സ്പേസ് കൂടുതലാണ്, നമുക്ക് അല്ലാത്ത ഡോട്ടർ ലൈൻസ് ആണ് വേണ്ടത്. ഓക്കെ, ആ ഡോട്ടർ ലൈൻസ് എടുക്കുക. സ്കെയിലൊക്കെ അമ്മമാരിപ്പോൾ ഒന്നാണ് തന്നിരിക്കുന്നത്, ഒന്ന് എങ്ങനെ സെറ്റ് ആവാൻ നമുക്ക് നോക്കാം. ഓക്കെ അടിച്ചു കൊടുക്കുക. ഇനി അതൊന്നും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അമ്മമാരെ സെലക്ഷൻ എല്ലാം പോയി. ബാക്കി ആദ്യമേ ആ ഇത് എടുത്തിട്ടതിന് ശേഷം പിന്നീട് മാറ്റിയത് കേട്ടോ സുഹൃത്തുക്കളെ. അത് അമ്മമാരെ സെലക്ഷൻ എല്ലാം. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ സാധനം വന്നു, എന്ത് ചെയ്യാം, ഇതങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഡോട്ടർ ലൈൻസ് ആണ് നമുക്ക് അറിയാൻ പറ്റൂല, ഭയങ്കര ചെറുതായിട്ടാണ് കിടക്കണം. അത് എന്താണ്, ഫാക്ടർ 1 ആയിട്ട് കിടക്കണോണ്ടാണ് ഇത്രയും ചെറുതായിട്ട് കിടക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നേരെ പോയിട്ട് അതേഴ്സ് കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോബൽ ഫാക്ടർ എന്തായി കൊടുക്കണം, ചിലപ്പോൾ ഒന്ന് കൂട്ടി കൊടുക്കാം. എത്ര ആയിട്ട് കൊടുക്കാം, ഒരു 5 ആയിട്ട് കൊടുത്തു നോക്കാം. 5 ആയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയി. ഇത് സെലക്ട് ചെയ്യുക, ഗ്ലോബൽ ഫാക്ടർ എത്ര 5 ആക്കുക, ഓക്കെ ആക്കുക. ഇപ്പോൾ ഇത്തും കൂടെ വിസിബിൾ ആയില്ലേ അത്. ഓക്കെ, ഇപ്പോൾ ഡോട്ടർ ലൈൻസ് വിസിബിൾ ആയി. ഡോട്ടർ ലൈൻസ് വിസിബിൾ ആയാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അറ്റത്തുള്ള ഇൻഫിനിറ്റി സാധനങ്ങൾ. ഇൻഫിനിറ്റി സാധനം നമുക്ക് വരയ്ക്കാം. എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വരയ്ക്കാൻ, ഇവിടെ നിന്നേ തുടങ്ങുക. താണ്ടേ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ട് ഇതിന്റെ സെൻറ്റർ പോയിന്റ് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ മുട്ടിക്കുക, ഒന്ന് മണ്ടയിലോട്ട്, ഒന്ന് താഴോട്ട്, പിന്നെ ഇതാ ഒന്ന് വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുപോയിക്കുക, ഒരു വര. ഇതാണ് നമ്മളെ ഇൻഫിനിറ്റി ബാർ. ഇൻഫിനിറ്റി ബാർ ഇങ്ങനെ വീണ്ടും സെലക്ട് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഗുദാമിന് വേണോ കൊണ്ടുവന്നിടാം. പക്ഷെ ഇതില് ഞാൻ ചെയ്ത ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഗൈസ്, അതായത് ഒന്നുകൂടെ കാണിച്ചു തരാം, നോക്കിയോ. ഇത് ഡിലീറ്റ് ചെയ്യുക. നമുക്ക് ലൈൻ ഇവിടെ നിന്നേ തുടങ്ങുക. എവിടെ നിന്ന് ഇത്തിരി ഇങ്ങോട്ട് വെച്ച് തുടങ്ങാം. ഇവിടെ നിന്നേ തുടങ്ങിയിട്ട് നേരെ വന്നിട്ട് നമുക്ക് ഇവിടെ ഇതാണ് ഇതിന്റെ സെൻറ്റർ പോയിന്റ് എന്നറിയാം. അപ്പം നേരെ ഇവിടെ എങ്ങാനും വെച്ച് വന്നിട്ട് സെൻറ്റർ പോയിന്റിൽ കൂടെ എന്ത് ചെയ്യണം, പാസ്സാവണം. ഈ സാധനം സെൻറ്റർ പോയിന്റിൽ നിന്ന് പാസ്സാവണം. കാരണം സെൻറ്റർ പോയിന്റിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇവിടെ ബാക്കിലോട്ട് വരിക, ഇവിടെ നിന്ന് തുടങ്ങുക, ഇവിടെ നിന്ന് ഇത്തിരി ഇങ്ങോട്ട് വെച്ചിട്ട് തുടങ്ങുക. F8 ഒക്കെ ഓണാക്കിയിടുക, ഓർത്തൊക്കെ ഓണാക്കിയിട്ടിട്ട് കാര്യം. നേരെ ഇങ്ങോട്ട് വരിക. അപ്പം ഓർത്തോ ഓണാക്കിയിട്ടാൽ പിന്നെ ഭയങ്കര പ്രശ്നം. ഇത്തിരി ഇങ്ങോട്ട് പോവുക, കണ്ട ഇത്രയുള്ള സാധനം. ഇങ്ങനെ അതിൻ്റെ ആ സെൻറ്റർ പോയിന്റ് കൂടെ കണക്ക്. ഈ സെൻറ്റർ പോയിന്റ് കിടക്കാനതിൻ്റെ മെയിൻ കാര്യം ഞാൻ പറഞ്ഞു തരാം. കാരണം ഈ സെൻറ്റർ പോയിന്റിൽ കൂടെ കടന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ഇങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും സെൻറ്റർ പോയിന്റ് കൊണ്ടുപോയി അങ്ങ് വെച്ചെടുത്തായി. അത് കാണിച്ചു തരാം. ഇവിടെ ഈ പോയിന്റ് സെലക്ട് ചെയ്യണം, ഈ രണ്ടെണ്ണം സെലക്ട് ചെയ്യണം, ഇവിടെ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ബാക്കി ലൈൻ ഇവിടെയാണ് കിടക്കണം, അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ കൂടെ ഒരു ലൈൻ ഉണ്ട് കേട്ടോ. ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി അങ്ങോട്ട് പിടിക്കണം. കോപ്പി പിടിച്ച് ഇവിടെ നിന്ന്, ഇതാണ് ബേസ് പോയിന്റ്, സെൻറ്റർ. ഇത് ഏത് ഭിത്തി കൊണ്ടുവച്ചാലും സെൻറ്ററിൽ കൊണ്ടുവച്ചാൽ കറക്റ്റായിട്ട് അവിടെ കിട്ടും. താണ്ട ഇതേപോലെ കിട്ടും. ഈ സൈഡ് കൊണ്ടുവച്ചാലും അവിടെ കിട്ടും. ഏത് സൈഡ് വേണോ കൊണ്ടുപോയി അങ്ങ് കാച്ചി കൊടുത്താൽ മതി. കണ്ട എല്ലാ സ്ഥലത്തുമായി. പിന്നെ ഇവിടെയൊക്കെ വെക്കണമെങ്കിൽ തിരിക്കണം. നമുക്ക് ഇങ്ങോട്ട് കുത്തി വെച്ചതിന് ശേഷം ഇതിനെന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. റൊട്ടേറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഈ ഒരു സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് പൊക്കി കൊടുത്താൽ അത് റൊട്ടേറ്റ് ആയി. ഇനി വീണ്ടും അതിനെന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. അതിൻ്റെ ഏത് പോയിന്റ് പിടിക്കണം, ഈ സെൻറ്റർ പോയിന്റ് ഏതായിരുന്നു സുഹൃത്തുക്കളെ, ഇതായിരുന്നു പടത്തോനെ, അതും പോയാ. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് തന്നെ പിടിക്കാം തൽക്കാലം. ഇവിടെ ഞാൻ അങ്ങനെ ലൈൻ കട്ടൊക്കെ ഉണ്ടായിരുന്നത്, അത് ഇതിൽ പിടിക്കണം ചെയ്യും. അത് സ്നാപ്പ് മറ്റേ ഓണായി കിടക്കണം. ഓക്കെ, ഇതാണ് സ്ഥലം, ഇതാണ് സെൻറ്റർ പോയിന്റ്. കിട്ടി, എങ്ങനെ ഭാഗ്യത്തിനാ കിട്ടി. ഇനി നേരെ കൊണ്ടുവന്ന് എവിടെ വെച്ചെടുത്താൽ മതി. കൊള്ളാം, അതല്ല സെൻറ്റർ പോയിന്റ് കേട്ടോ.
ഇവിടെ നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. ഒന്നും കൂടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നോക്കാം. ചിലപ്പോൾ സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് കേട്ടോ. ഇനി വീണ്ടൊന്ന് കോപ്പി ചെയ്യുക. അയ്യോ, ഇതല്ലേ സെൻട്രൽ പോയിന്റ്. ഇവന്മാരെ പറ്റിക്കണോ മനുഷ്യനെ? തന്നെ ഇവന്മാര് മനുഷ്യനെ അടിച്ചു കയറ്റി വിടുന്നു. കള്ളന്മാര്. ഓക്കെ, അത് നമ്മൾ സെലക്ട് ചെയ്തു, കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ സാധനം മാത്രമേ വരത്തുള്ളൂ. ഇനി വീണ്ടും കോപ്പി അടിക്കണം. എവിടാ സെൻട്രൽ പോയിന്റ് ഏതറേ? ഇത്. ഇനി നേരത്തെ ചെയ്ത് കണക്ക് അതേപോലെ തന്നെ എല്ലാ സൈഡിലും കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, ഇട്ടിട്ട് പോവുക. അങ്ങനത്തെ 2 പോയിന്റിലും വേണമായിരുന്നു. നേരെ എവിടെ വന്നു കൊണ്ടുവന്നിട്ടു. നേരെ പിന്നെ ആർക്കൊക്കെ വേണം അവർക്കൊക്കെ മൊത്തം കൊടുക്കുക. നമ്മൾ പിശിക്കാൻ പാടില്ല കേട്ടോ. നേരെ എവിടെയാണ് കൊണ്ടുവന്ന് എന്തിയടാ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ പടവും ഇവരുടെ പടവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിലായി. ആകെ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഡയമെൻഷൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതും കൂടെ വരച്ച് കാണിച്ചു തരാം. പക്ഷെ വീഡിയോയിൽ ലെങ്ത് കൂടും. എന്നാലും അത് വരയ്ക്കാൻ വലിയ പാടില്ല. ഇതേപോലെ തന്നെ എടുത്ത് പുറത്തോട്ട് വെച്ചിട്ട് 2 വരയും കൂടെ വരച്ചെടുത്തത്. കാരണം അങ്ങോട്ട് പോകണ അത് ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇത് 120 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇത് നമുക്ക് റഫായിട്ട് കൊടുത്താൽ മതി. പിന്നെ 2 ലൈൻ ഇങ്ങനെ ബെൻഡായി വരും. ഓക്കെ, അപ്പൊ അതും കൂടെ കാണിച്ചു തരാം. അയ്യോളൂ. ഇനി അടുത്ത റെക്റ്റാങ്കിൾ വരയ്ക്കണം. റെക്റ്റാങ്കിൾ ഏത് തൊട്ട് ഏത് വരാ? ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഉള്ള ഒരു റെക്റ്റാങ്കിൾ. അതിന്റെ കനം എത്ര ആയിരിക്കണം? 120. അപ്പൊ ലെങ്ത് എത്ര ആയിരിക്കണം? അവിടെ ലെങ്ത് നമുക്ക് ഇവിടുന്ന് റെഫറൻസ് തന്നെ എടുക്കാം. ഐ മീൻ വിഡ്ത്ത് നമുക്ക് റെഫറൻസ് എടുക്കാം. ലെങ്ത് 120. അപ്പോൾ വീണ്ടും റെക്റ്റാങ്കിൾ കൊണ്ടുപോയി സെലക്ട് ചെയ്യുക. സെക്ഷൻ വരയ്ക്കാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഈ റെഫറൻസ് പോയിട്ട് എടുക്കുക. ഓക്കെ, ഈ ലെങ്ത് എത്രയാണ്? 120 ആണ് ലെങ്ത് വരാനുള്ളത്. ഓക്കെ, പടച്ചോനെ ലൈനാ വന്നത്. ഓക്കെ, അതേപോലെ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. നേരെ ഇവിടെ നിന്ന് കൊണ്ടുവരിക. നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. വെക്കുക. എത്ര? 120 സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയെന്നറിയാമോ? ഞാനാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റർ അടിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. നേരെ വീണ്ടും ഇങ്ങനെ കൊണ്ടുവരിക. 120 എടുക്കുക. ടാബ് അടിക്കുക. ഓക്കെ, ഹൈറ്റ് എത്ര? ഹൈറ്റ് ഇതിൻ്റെ റെഫറൻസ് ആണ്. ആണ്ടേ, അടിപൊളി. ഇത്തുകൂടെ നീളം വരാം. നീളം വന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ നേരെ ഇങ്ങനെ വെച്ചിട്ട് എന്തിരിക്കുക, സ്ട്രെച്ച് ചെയ്യാം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. നേരെ താഴോട്ട് വരെ കൊണ്ടുവരാം. നമ്മൾ സാധാരണ ഡ്രാഫ്റ്റിംഗ് ലാബിൽ വരയ്ക്കണേക്കാട്ടിയും ഐ മീൻ കൈ കൊണ്ട് വരയ്ക്കണേക്കാട്ടിയും ഭയങ്കര ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ, എവിടെ തെറ്റിയാലും കട്ട് ചെയ്ത് പെട്ടെന്ന് മാറ്റി വരയ്ക്കാൻ പറ്റും. പിന്നെ അത് ഡയമെൻഷൻസ് നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കമ്പി ഇങ്ങനെ വന്ന് ഇങ്ങനെ കളഞ്ഞു പോകും. അത് ജസ്റ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുത്താൽ മാത്രം മതി. എങ്ങനെ വരച്ചു കൊടുക്കുക അത്? കാണിച്ചു തരാം. ഇവിടെ നിന്ന് ലൈൻ എടുക്കണം. സ്ട്രൈറ്റ് വരയ്ക്കണം. ഇങ്ങനെ വെന്റ് ഇങ്ങനെ അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ലൈൻ നേരെ താഴോട്ട് വന്നു. എവിടെ നിന്നാണ് ഇത് ബെൻഡാവണേന്ന് നമുക്ക് നോക്കണം. അതാണ്ടേ ഈ ഒരു സൈഡിലാണ് എന്തിനാണ് ബെൻഡാവണത്. ആ റെഫറൻസ് അങ്ങോട്ട് പിടിക്കണം. കണ്ട, ഇതിലാണ് ബെൻഡാകുന്നത്. പടച്ചോനെ, അത് പോയ റെഫറൻസ്. ഓക്കെ, അവിടെ നിന്നാണ് അത് ചരിയുന്നത്. നേരെ ചരിഞ്ഞ് ഏതുവരെ വരും? ഇങ്ങേറ്റം വരെ ചരിയും കേട്ടോ. ചരിഞ്ഞ് ഇവിടെ ഈ ഒരു പോയിന്റിലാണ് ആ ചരിവ് വന്ന് തീരണത്. ആ ഒരു ചരിവ് നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്ന് ചരിച്ചതിന് ശേഷം ആ പടം മറ്റേ പടം തെറ്റാണ് കേട്ടോ. ആ റെഫറൻസ് പടം വെച്ചേക്കണം. അത് നമുക്ക് കയറ്റി ലാബിൽ ഒട്ടിക്കാനുള്ള പടമാണ്. അത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇവിടെ വരെ വന്നിട്ട് മറ്റേ റെഫറൻസിൻ്റെ അവിടെ വെച്ചിട്ടാണ് അത് കയറിയൊക്കെ പോകണം. അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് തൽക്കാലം റഫായിട്ടൊക്കെ വരച്ചാൽ മതി. ആരും നോക്കാൻ പോണത്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് വരച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക. മതി. പരീക്ഷകൾ പാസ്സായിരിക്കുന്നു സുഹൃത്തുക്കളെ. പാസ്സാകാൻ വേണ്ടി വേറൊരു കാര്യങ്ങൾ ചെയ്യണം, ഡയമെൻഷൻസ്. ഇനി ബാക്കി അടുത്ത ക്രോസ് സെക്ഷൻ ഇങ്ങനെ തന്നെ വരച്ചാൽ മതി. വേറെ ഒന്നും നോക്കാനില്ല. നിങ്ങളെ ഇഷ്ടത്തിന് വരയ്ക്കുക. നമ്മൾ നേരത്തെ ഇവിടെ എടുത്ത് വെച്ച് ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ ഈ സെയിം സാധനം ഇവിടെ കൂടെ കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ ആ ഇൻഫിനിറ്റി ലൈനും കൂടെ ആവും. ഇനി ഡയമെൻഷൻസ് മാർക്ക് ചെയ്യണതാണ് ഞാൻ പറഞ്ഞുതരണം.
കാരണം ഡയമെൻഷൻസിൽ നേരത്തെ വീഡിയോയിൽ ഡയമെൻഷൻസ് പറഞ്ഞേക്കണേൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്ത് മാറ്റിയാണ് അതിൻ്റെ ഹൈറ്റും സൈസ് ആരോ സൈസൊക്കെ മാറ്റിയത്. പക്ഷേ ഇത് മാറ്റാൻ വേറൊരു രീതിയുണ്ട്, അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ST എന്നടിക്കുക. അത് നമുക്ക് വേറൊരു വീഡിയോ, ഇത് കാൻഡിലിവർ വരയ്ക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ആണ് ഇത്. ഇനി ഡയമെൻഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത വീഡിയോയിലാണ്.